ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കൗണ്ടിങ് ഫിഗേഴ്സ് നമ്പർ ഓഫ് സ്ക്വയേഴ്സിൽ രണ്ടാമത്തെ മോഡലാണ്. അതിനു മുമ്പ് ലാസ്റ്റ് വീഡിയോയിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, അത് ഞാനിവിടെ തിരുത്തുവാണ്. അത് കമൻ്റായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, എന്നാലും തിരുത്തുവാണ്. ഇതിനകത്ത് ആക്ച്വലി 1 2 3 4 16 + 9 + 4 + 1 വരുന്നത്. 30 ആണ് വരുന്നത്. ഞാൻ ആക്ച്വലി വേറെ എന്തോ ആണ് അവിടെ ആൻസറായിട്ട് പറഞ്ഞത്. സോ അതിപ്പോൾ ഞാൻ തിരുത്തുവാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ മോഡൽ നോക്കാം. ഈ മോഡലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോയിൻ്റെയും കോളത്തിൻ്റെയും അവിടെ വരുന്ന സ്ക്വയറിൻ്റെ എണ്ണം വ്യത്യാസമായിരിക്കും. അതായത് ഇവിടെ 3 ഉണ്ട്, ഇവിടെ ആക്ച്വലി 2 ഉള്ളൂ. താഴോട്ട് നോക്കുമ്പോൾ 2, സൈഡിലോട്ട് നോക്കുമ്പോൾ 3. അതാണ് ഈ ഒരു മോഡലിലെ വ്യത്യാസം. നേരത്തെയൊക്കെ നമുക്ക് 4x4, 3x3, 2x2 ഒക്കെയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതാണ് ഇതിൽ വരുന്ന വ്യത്യാസം. ആദ്യം നമുക്ക് നോർമലായിട്ട് എണ്ണി എടുക്കാം. 1 2 3 4 5 6 ഉണ്ട്. ഓക്കെ, ദെൻ അടുത്തത് 7 ഏഴാമത്തെ സ്ക്വയർ, ദെൻ 8 സ്ക്വയർ. അപ്പോൾ മൊത്തം ഇതിനകത്ത് 8 വരുന്നത്. 8 സ്ക്വയറാണ് വരുന്നത്. ഇനി നമുക്കത് എങ്ങനെ കിട്ടും എന്ന് നോക്കാം. ഷോർട്ട് കട്ട് വഴി എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. അല്ലെ അതിന് മുമ്പ് നമുക്ക് ഒരെണ്ണം കൂടി എടുത്ത് നോക്കാം. ഓക്കെ, ഇത് നോക്കാം. ഇതിനകത്താണെങ്കിൽ 1 2 3 4, ദെൻ 2 3, 4x3 ആണ്. അപ്പോൾ വീണ്ടും നമ്മുടെ ആദ്യം കണ്ട മെത്തേഡ് പറ്റത്തില്ല. അപ്പോൾ ആദ്യം മൊത്തം എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്ക് നോർമലായിട്ട് എണ്ണി എടുക്കാം. 1 2 3, ദെൻ 4 5 6 7 8 9 10 11 12. അവിടെ ഒരു 12 ഉണ്ട്. ദെൻ 13, 14, 15. ഓക്കെ, ദെൻ 15 16, 17, 18. ഓക്കെ, 18. ദെൻ 19, 3x3 ഒരെണ്ണം 19, 20. നമുക്ക് നോക്കാം. നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും എണ്ണം വിട്ടുപോയിട്ടുണ്ടാവും. നമുക്ക് നോക്കാം. ഏതായാലും ഇതിനകത്ത് നമുക്ക് എണ്ണിയപ്പോൾ എത്ര കിട്ടി? നമുക്ക് എണ്ണിയെടുത്തപ്പോൾ 8 എന്ന് പറഞ്ഞ് കിട്ടി. ഇനി നോക്കാം എന്താണ് ഷോർട്ട് കട്ട്. ഇതിനകത്ത് റോയിനകത്ത് 3 ഉണ്ട്, കോളത്തിനകത്ത് 2 ഉണ്ട്. 3x2 ആണ് കിട്ടിയല്ലേ? 3x2 ആണ് കിട്ടിയത്. അപ്പോൾ എങ്ങനെ എണ്ണിയത്? 1 2 3, ദെൻ 1 2. അപ്പോൾ 3x2 കിട്ടിയത്. അപ്പോൾ 3x2 ഒരു റെക്റ്റാങ്കിളിൻ്റെ അകത്ത് സ്ക്വയർ വരുന്ന രീതിയിലാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓരോ നമ്പറും കുറച്ച് കുറച്ച് താഴോട്ട് എഴുതുക. ഓരോ നമ്പറും കുറച്ച് കുറച്ച് താഴോട്ട് എഴുതുക. 2 × 1, ദെൻ 1 × 0. ഇനി അങ്ങോട്ടേക്ക് കുറച്ച് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, 0 അല്ലേ? 0 വരുമ്പോൾ നിർത്തുക. ഓക്കെ, അപ്പോൾ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും ആക്ച്വലി ആൻസർ വരുന്നത്. ഇവിടെ ഒരു 6 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യാം. 3 2 6, 2 × 1 2. ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എത്ര എന്ന് പറഞ്ഞ് കിട്ടും? 8 എന്ന് പറഞ്ഞ് കിട്ടും. സോ ആ ഒരു രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ നോക്കാം. ഇതിൽ നമ്മൾ മിക്കവാറും എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടാവും, എന്നാലും നമുക്ക് നോക്കാം. 1 2 3 4, 1 2 3, 4x3 ആണ് വരുന്നത് അല്ലേ? 4x3 ആകുമ്പോൾ 3x2 എടുക്കുക, ദെൻ 2x1 എടുക്കുക, 1x0 എടുക്കുക. അപ്പോൾ ഇവിടെ 12, ഇവിടെ 6, ഇവിടെ 2. ഓക്കെ, നമ്മൾ ചെയ്തൊരു മിസ്റ്റേക്ക് ഇല്ല. 20 തന്നെ വരുന്നത്. 4x3 12, 3x2 6, പിന്നെ ഒരു 2, 6 2 8, 8ഉം 12ഉം 20. 20 ഇതിനകത്ത് ടോട്ടലായിട്ട് വരുന്നത്. 20 ഈ ഒരു ഫിഗറിനകത്ത് ടോട്ടലായിട്ട് വരുന്ന സ്ക്വയർ. ദെൻ ഇതിൻ്റെ ഒരു മിക്സ് എന്ന രീതിയിൽ നമുക്ക് ഇതേപോലെ ചോദിക്കാം. അപ്പോൾ ഈ ഒരു ഇതിനകത്ത് നമുക്ക് എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണിയെടുക്കാം. എണ്ണിയെടുക്കാനായിട്ട് നമുക്ക് ഏതെങ്കിലും ആദ്യം ഒന്ന് കൺസിഡർ ചെയ്യാം. ഞാനാണെങ്കിൽ ഇത് മൊത്തത്തിൽ ഒരു ഫിഗറായിട്ട് കൺസിഡർ ചെയ്തു.
അതുപോലെ തന്നെ താഴോട്ടുള്ളത് ഇത് മൊത്തത്തിലും ഒരു ഫിഗറായിട്ട് ഞാൻ കൺസിഡർ ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിനകത്ത് 1 2 3 4 5, ദെൻ താഴോട്ട് 2 അല്ലേ, 5 ഇൻറ്റു 2 4 ഇൻറ്റു 1 3 ഇൻറ്റു 0 എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അവിടെ എത്ര വരും? 14 സ്ക്വയർ ആയിരിക്കും വരുന്നത്. ദെൻ ഇതിനകത്ത് എത്ര എണ്ണം വരും? 5 എണ്ണം വരും. 1ൻ്റെ സ്ക്വയർ പ്ലസ് 2ൻ്റെ സ്ക്വയർ, കാരണം അത് 2 ഇൻറ്റു 2 അല്ലേ. അപ്പോൾ 19 എണ്ണം ആണ് നമ്മൾ വിചാരിക്കും. അല്ല, 19 അല്ല. 19 അല്ല ആൻസർ വരാൻ പോകുന്നു. കാരണം അവിടെ എന്തുണ്ട്? ചെറിയ വ്യത്യാസമുണ്ട്. അവിടെ എന്താ വ്യത്യാസം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ 19 എണ്ണം എഴുതിയില്ലേ, 19 എണ്ണത്തിനകത്ത് ഇതാ ഈ രണ്ടും മീറ്റ് ചെയ്യുമ്പോഴുള്ള സ്ക്വയർ നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല. ഈ രണ്ട് മീറ്റ് ചെയ്തപ്പോഴുണ്ടായിരുന്ന ഈ ഒരു സ്ക്വയർ നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല. അതും കൂടി കൺസിഡർ ചെയ്യുമ്പോൾ എത്ര എണ്ണം വരും? 20 എണ്ണം വരും. ഓക്കെ, അതും കൂടി കൺസിഡർ ചെയ്യുമ്പോൾ എത്ര വരും? 20 എണ്ണം വരും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതാ ഇതൊരു ഫിഗറായിട്ട് എടുക്കാം, ഇത് മൊത്തത്തിലൊരു ഫിഗറായിട്ട് എടുത്തിട്ടും ചെയ്യാം. ഓക്കെ, ഇതൊരു ഫിഗറായിട്ട് എടുത്തു കഴിഞ്ഞാൽ എത്ര വരും? 3 ഇൻറ്റു 2 പ്ലസ് 2 ഇൻറ്റു 1 8 വരും. ദെൻ ഇതൊരു ഫിഗറായിട്ട് എടുത്തു കഴിഞ്ഞാൽ എത്ര വരും? 4 ഇൻറ്റു 2 പ്ലസ് 3 ഇൻറ്റു 1 എന്ന് പറഞ്ഞു വരും. 8ഉം 3ഉം 11, 11ഉം 8ഉം 19. അപ്പോൾ 19 എണ്ണം മൊത്തമായി. പിന്നെ ഈ ഒരു ജംഗ്ഷനിൽ വരുന്ന ഒരെണ്ണം കൂടി ചേർന്നിട്ട് 20 സ്ക്വയർ ആയിരിക്കും ഈ ഒരു ഫിഗറിനകത്ത് മൊത്തത്തിൽ ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി നമുക്ക് വരുന്ന ഒരു മോഡൽ ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.